പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞൊരു വീഡിയോ ബജാജ് ചേതക്ക് EVയെ കുറിച്ചിട്ട് ഒരു ചെറിയൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ കുറേ ആളുകൾ അതിനകത്ത് ചോദിച്ചിരുന്നു അതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ പറയാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് അതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ പറയുന്നത്. ബജാജ് ചേതക്ക് ഇലക്ട്രോണിക്കിൻ്റെ ഫുൾ ഓപ്ഷൻ 3501 ആണ് ഈ വണ്ടി. അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക, റേറ്റ് ഏകദേശം 1,52,000 അതാണ് ഓൺ ദ റോഡ് പ്രൈസ് വരുന്നത്. 1,50,000. അപ്പോൾ 1,50,000 അകത്ത് വരുന്ന ആ റേറ്റിലുള്ള പല ഇലക്ട്രോണിക് വണ്ടികളും ഇപ്പോൾ മാർക്കറ്റിലുണ്ട്. ഓല, അതുപോലെ ഹേത്തർ, അത് TVSൻ്റെ, അത് പല കമ്പനിയുടെ ഇലക്ട്രോണിക് വണ്ടി മാർക്കറ്റിലുണ്ട്. അപ്പോൾ എന്നാലും അതിന് വ്യത്യസ്തമായി ഒരു കാണാൻ അതിൻ്റെ ലുക്കിലും പെർഫോമൻസിലൊക്കെ ഒരു ടോപ്പായി നിൽക്കുന്ന ഒരു വണ്ടിയാണ്, ഇലക്ട്രോണിക് വണ്ടിയാണ് ഈ ചേതക്ക്. അപ്പോൾ ഏകദേശം 250-300 കിലോമീറ്ററോളം ഈ വണ്ടിയാണ് ഇപ്പോൾ ഓടിച്ചു. ഏകദേശം 2-3 ആഴ്ചയായി എൻ്റെ കയ്യിൽ ഈ വണ്ടി. അപ്പോൾ ഇതുവരെ അതിൻ്റെ പെർഫോമൻസിനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല. നല്ലൊരു പെർഫോമൻസാണ് ഇതിനകത്ത്. അത് നമുക്കതിനകത്തറിയാം, അതിൻ്റെ ഒരു കീ എന്ന് പറയുന്നത് നമ്മുടെ സാധാ നമ്മുടെ ഈ കാറിനൊക്കെ കാണുന്ന റിമോട്ട് കീ ആണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അത് നമ്മൾ കീ ഇതിനകത്ത് നമ്മൾ പോക്കറ്റിൽ വെച്ചതിന് ശേഷം നമ്മൾ ഇതിനകത്ത് ഇവിടെയാണ് ഇതിൻ്റെ ബട്ടൺ വരുന്നത്. ഈ ഭാഗത്ത് ഈ നമ്മുടെ റൈറ്റ് സൈഡിൽ ഈ കീ സാധാരണ സ്കൂട്ടറിലൊക്കെ നമ്മൾ കീ ഇടുന്ന ആ ഒരു ഭാഗത്ത് അതിൻ്റെ ബട്ടൺ വരും. ഈ ഒരു ബട്ടൺ ജസ്റ്റ് നമ്മൾ എന്താ ഒരു ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ അതിനുശേഷം ഡിസ്പ്ലേ ഇത് അതിനകത്ത് ഓണാവും. ഡിസ്പ്ലേ ഓണായതിനു ശേഷം നമ്മൾ സാധാരണ ഇതായി ഡ്രൈവിംഗ് മോഡിൽ നമ്മളിങ്ങനെ ഒരു പ്രസ് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ അത് കാണിച്ചിരുന്നു. അപ്പോൾ അതിനകത്ത് കിലോമീറ്റർ 0 കാണിക്കും. അപ്പോൾ നമ്മൾ റേസ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ വണ്ടി മൂവ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ആ ഒരു ഡ്രൈവിംഗ് മെത്തേഡ് അതാണ്. അതുപോലെ തന്നെയാണ് ഇത് ഓഫ് ചെയ്യേണ്ടതും. നമ്മൾ ഇതുപോലെ ഈ ഭാഗത്ത് തന്നെ ഈ ബട്ടൺ ഡബിൾ പ്രസ് ചെയ്താൽ വണ്ടി ഇങ്ങനെ ഓഫ് ആവും. അതാണ് ഇതിൻ്റെ ഓണും ഓഫും മെത്തേഡ് വരുന്നത്. പിന്നെ ഇതിനകത്ത് ഇതിൻ്റെ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഇതിൻ്റെ ചാർജിങ് ആണ്. ഇപ്പോൾ ഇതിനകത്ത് 91% ചാർജ് ഉണ്ട്. 123 കിലോമീറ്ററാണ് ഇതിൻ്റെ റേഞ്ച് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഏകദേശം 319 കിലോമീറ്റർ ഇത് ഓടി ഈ വണ്ടി. അപ്പോൾ ഇതിനകത്ത് ഈ ഫുൾ ഓപ്ഷൻ എന്ന് പറയുന്നത് 150 കിലോമീറ്റർ 152 കിലോമീറ്ററാണ് ഒരൊറ്റ ചാർജിൽ ഇതിൽ കിട്ടുക എന്ന് പറയുന്നത്. പക്ഷേ എന്നാൽ ഏകദേശം അത്രത്തോളം കിട്ടുന്നുണ്ട്, 140ഓളം കിട്ടുന്നുണ്ട്. അത് നമ്മൾ 2-3 വട്ടം ഓടിച്ചു കഴിയുമ്പോൾ അത് ആ ലെവലിലേക്ക് എത്തുമെന്നാണ് പറയുന്നത്. എന്തായാലും എത്തും, കാരണം ഞാൻ ഇത് വാങ്ങുന്ന സമയത്ത് 120 കിട്ടിയത്. പിന്നെ അത് 130, 135, 140 ആ ഒരു ഒറ്റ ചാർജിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ചാർജിങ് മെത്തേഡ് പറയുന്നത് ഇതിൻ്റെ ഇവിടെ നമ്മൾ ഇതിനകത്തൊരു ഈ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ ഈ ഒരു ബോക്സ് ഓപ്പൺ ആവും. ഈ ബോക്സിനകത്ത് ഒരു ചാർജിങ് ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ചെറിയൊരു ഫസ്റ്റ് എയ്ഡ് ബോക്സ്, പിന്നെ മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടി ചെറിയ സ്പേസ് ഉണ്ട്. അതോടൊപ്പം വേറൊരു സ്പേസും കൂടി ഇതിനകത്ത് ഉണ്ട്. അങ്ങനെ ഒരു ഓപ്ഷനാണ്. ഇപ്പം ജസ്റ്റ് ഒരു പ്രസ് കൊടുക്കുമ്പോൾ ഇത് ഓപ്പൺ ആണ്. അതുപോലെ തിരിച്ചെടുക്കാം. പിന്നെ ഇതിൻ്റെ ഡിക്കി സീറ്റ്, അതേപോലെ ഇതിനകത്ത് ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് സീറ്റ് തുറക്കാൻ പറ്റും. ഇതിൻ്റെ ചാർജിങ് വയർ ഇതാണ്. നമ്മൾ സാധാ 3 പിൻ സ്ലോട്ടാണ് ഇതിനകത്ത്. അപ്പോൾ നമ്മൾ ഈ ചാർജിങ് ഈ സ്ലോട്ട് മാറ്റിയതിന് ശേഷം നമ്മൾ ഈ ചാർജിങ് ഇതിനകത്ത് കൊടുക്കാം. ജസ്റ്റ് ഇതിനകത്ത് ഇട്ട് ഇങ്ങനെ കൊടുത്തിട്ട് അതിങ്ങനെ പ്ലഗ് ചെയ്താൽ മതി. പ്ലഗ് ചെയ്താൽ ജസ്റ്റ് ഇത് 3 മണിക്കൂർ 40 ചാർജർ കണക്ട് കാണിക്കും. ഒരു 3 മണിക്കൂർ 40 മിനിറ്റാണ് ഇതിൻ്റെ ഫുൾ ചാർജ് 0 to 100 ആകാൻ വേണ്ടി ഇത് കാണിക്കുന്നത്. 3 ഹവറും 40 മിനിറ്റും. അപ്പോൾ അതങ്ങനെയാണ് ഇതിൻ്റെ ചാർജിങ് വരുന്നത്. അപ്പോൾ ചാർജിങ് മറ്റുള്ള വണ്ടിയേക്കാളും കുറച്ച് സ്പീഡാണെന്ന് തോന്നുന്നു. സാധാ നോർമൽ ചാർജാണ്. മറ്റേ ചാർജിങ് സ്റ്റേഷനിൽ പോയി കുത്തേണ്ട ആവശ്യം വരുന്നില്ല. സാധാ വീട്ടിൽ തന്നെ നമുക്ക് പ്ലഗിൽ കുത്താൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ഇതിൻ്റെ നല്ല ഡിക്കി സ്പേസ് ഉണ്ട്. അതാണ് ഏറ്റവും വലിയ ഇതിൻ്റെ ഡിക്കി സ്പേസ്. നല്ല ഡിക്കി സ്പേസ് ഇതിനകത്തുണ്ട്. അത് ഏറ്റവും വലിയ ഒരു ഉപകാരമാണ് ഈ വണ്ടിയുടെ. പിന്നെ അങ്ങനെ കാര്യമായി പറയാനുള്ളത് ചില കാര്യങ്ങൾ ഇതിൻ്റെ
ഇവിടെ ഈ സ്പേസും ഇവിടെ ജസ്റ്റ് ഒരു പ്രസ് ചെയ്താൽ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ ഒരു ഹുക്ക് വരും. അതിനകത്ത് നമുക്ക് എന്തെങ്കിലും സാധനം തൂക്കി ഏകദേശം 3 കിലോ വരെ ഇതിനകത്ത് തൂക്കിയിടാൻ പറ്റും. ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇൻഡിക്കേറ്റർ ഈ സൈഡിൽ ഒരു ഇൻഡിക്കേറ്റർ ജസ്റ്റ് രണ്ട് വേറെ ഒരു ബട്ടൺ തന്നെയാണ്, ഒരുമിച്ചല്ല. അപ്പോൾ റൈറ്റ് സൈഡിലാണെങ്കിൽ ഇത്, ലെഫ്റ്റിലാണെങ്കിൽ അത് കൊടുക്കാം. പിന്നെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഇതെല്ലാം നമുക്ക് സാധാ സ്കൂട്ടറിലൊക്കെ കാണുന്ന ഓപ്ഷൻസാണ് ഇതിനകത്തില്. ഡിസ്പ്ലേയിൽ എൻ്റെ മൊബൈൽ കണക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ നോട്ടിഫിക്കേഷൻ, വാട്സപ്പ് നോട്ടിഫിക്കേഷൻ, മെസ്സേജ്, കോള്, അതൊക്കെ നമുക്ക് അതിനകത്ത് ഡിസ്പ്ലേനകത്ത് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസ്ക് ബ്രേക്കാണ്. ഫുൾ ഓപ്ഷന് ഡിസ്ക് ബ്രേക്ക് ഉണ്ട്. അതൊരു ഇതാണ്, പ്രത്യേകതയാണ്. പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ ഒരു മെത്തേഡ് ചെറിയൊരു വ്യത്യാസമുണ്ട്. എല്ലാം കൊണ്ട് ബോഡിയിലൊരു നല്ലൊരു പഴയ ചേതക്കിൻ്റെ ആ ഒരു ടൈപ്പിൽ മോഡൽ തന്നെ ഇതിൻ്റെ ഗ്രില്ലും കാര്യമൊക്കെ വരുന്നുണ്ട്. പിന്നെ ഉള്ളത് ഇതിൻ്റെ ഫുഡ് റെസ്റ്റ് ആണ്. നല്ലൊരു ഫുഡ് റെസ്റ്റ്. പിന്നെ എക്സ്ട്രാ ലേഡീസിന് ആ ഒരു ടൈപ്പ് സാധനം കൂടി ഇതിനകത്ത് വെക്കാനുണ്ട്, അത് വെച്ചില്ല. പിന്നെ ഇത് ഗ്രില്ല് ചെയ്യാൻ പറ്റും, നല്ല അതിൻ്റെ ഗ്രിൽ ഓപ്ഷൻ ചെയ്യാം. പിന്നെ ഇതാണ് നമ്മളെ സീറ്റ്. ഇത് ഇതിനകത്ത് സീറ്റ് കവറൊന്നും ഇട്ടില്ല, നല്ല കമ്പനി വാങ്ങുമ്പോൾ ഉണ്ടായ സീറ്റാണ്. നല്ലൊരു മോഡലാണ്. വണ്ടിയുടെ കളർ പല രീതിയിൽ, കറുപ്പ് വരുന്നുണ്ട്, ഇതിൻ്റെ ബ്ലാക്ക് വരുന്നുണ്ട്, വൈറ്റ് വരുന്നുണ്ട്, റെഡ് വരുന്നുണ്ട്, പല കളറിലും വരുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രീൻ അത് നല്ല ഇഷ്ടപ്പെട്ടുകൊണ്ട്, ഒരു കളർ ഇഷ്ടപ്പെട്ടുകൊണ്ട് എടുത്തതാണ്. അപ്പോൾ ഓടിച്ചു നോക്കിയപ്പോൾ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല, ഒരു പ്രശ്നവുമില്ല. എന്താ പറയുക, നന്നായിട്ട് എന്താ പറയുക, നമുക്ക് ഒരു ഡ്രൈവിംഗ് കംഫർട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിന് റിവേഴ്സ് സിസ്റ്റം ഉണ്ട് കേട്ടോ. അത് എല്ലാ ഓട്ടോമാറ്റിക് വണ്ടിയിലും സിസ്റ്റം ഉണ്ട്. നേരത്തെ ഡ്രൈവിംഗ് മോഡിന് പകരം റിവേഴ്സ് ബട്ടൺ നിൽക്കിയാൽ വണ്ടി റിവേഴ്സ് പോകുന്ന ഓപ്ഷൻ ഇതിനകത്തുണ്ട്. അപ്പോൾ മറ്റുള്ള എന്താ പറയുക, EV ഹൈത്തർ ആയിക്കോട്ടെ, ഓല ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് ഏത് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റുള്ള ഇലക്ട്രോണിക് വണ്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഈ ചേതക് എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന സമയത്ത് സാധാരണ നോർമൽ നമ്മൾ ഗിയർ സ്കൂട്ടർ പോലത്തെ ഒരു ഫീലിംഗ് ആണ് ഇതിനകത്ത് കാണുമ്പോൾ തോന്നുന്നത്. ഒരിക്കലും എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഈ നമ്പർ പ്ലേറ്റ് ഗ്രീൻ കാണുമ്പോഴാണ് ചോദിച്ചത് EV ആണോ. പെട്ടെന്ന് നോക്കുമ്പോൾ അത് EVൻ്റെ ലുക്കിലേക്ക് മാറുന്നില്ല. കാരണം നല്ലൊരു കംഫർട്ട് ഇതിനകത്ത് ഈ ഗിയർ ടൈപ്പ് നമ്മുടെ സാധാരണ നോർമൽ സ്കൂട്ടറിൻ്റെ ആ ഒരു ഫീലിംഗ് തന്നെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓടിക്കുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് എന്താ പറയുക, ഡബിളായി പോകുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് ലഗേജ് വെച്ച് പോകുമ്പോൾ നമുക്കൊരു പ്രശ്നം വരുന്നില്ല. ഇതിനകത്ത് സ്പോർട്സ് മോഡില്ല, പക്ഷേ ഇതിനകത്ത് എക്സ്ട്രാ സ്പോർട്സ് മോഡ് ആഡ് ചെയ്യാൻ പറ്റും ഒരു സിസ്റ്റം ഇതിനകത്ത് ഉണ്ട്, പക്ഷെ അതാണ് ചെയ്തില്ല. അപ്പോൾ അങ്ങനെ വേറൊരു സ്പോർട്സ് മോഡിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ ഡബിളിൽ പോകുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ അകത്ത് അങ്ങനെ ഒരു വലിച്ചലോ അങ്ങനെ ഒന്നും ബുദ്ധിമുട്ട് ഇതാകുന്നില്ല. പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമുക്ക് ഈ ചാർജിങ് കിലോമീറ്റർ റേഞ്ച് നമുക്ക് മാക്സിമം കിട്ടണമെങ്കിൽ നമ്മൾ ഓടിക്കുന്ന സമയത്ത് അധികം സ്പീഡ് കൂട്ടാതെ ഒരു 40ൻ്റെ ലെവലിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ നല്ല കംഫർട്ടായിട്ട് നമ്മൾ ലോങ് ആയിട്ട് ഇതിൻ്റെ ചാർജിങ് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഈ ജസ്റ്റ് നമ്മൾ പലവട്ടം അങ്ങനെ ഓടിച്ചു നോക്കി. നമ്മൾ വളരെ സ്പീഡ് കൂട്ടുന്ന സമയത്ത് ചാർജ് വളരെ വേഗത്തിൽ ഇറങ്ങുന്ന പോയി തോന്നുന്നുണ്ട്. പക്ഷെ നേരെ മറിച്ച് ഒരു 30-35 റേഞ്ചിൽ നമ്മൾ ഓടിച്ചു പോവുകയാണെങ്കിൽ കുറേ സമയം അതിനകത്ത് റേഞ്ച് കിട്ടുന്നുണ്ട്. അതൊരു പ്രത്യേകതയാണ്. അപ്പോൾ റേറ്റ് പല ആളുകളും ചോദിച്ചിട്ടുണ്ട്, 150 വലിയ റേറ്റ് അല്ലേ, 1,50,000 വലിയ റേറ്റ് അല്ലേ. കാരണം ഇപ്പോഴത്തെ ഒരു പെട്രോളിൻ്റെ വിലയും അതോടൊപ്പം മറ്റുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ആ റേറ്റിൽ വണ്ടി വാങ്ങിച്ചിട്ട് ഇലക്ട്രോണിക് ഉപയോഗിക്കുകയാണെങ്കിൽ, ചാർജിങ് ചെയ്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ വലിയൊരു നഷ്ടമായിട്ടും തോന്നില്ല. കാരണം നമുക്കത് ലാഭമായിട്ട് വരും. കാരണം ആ റേറ്റിൽ 150, കാരണം എല്ലാ വണ്ടിക്കും ഇപ്പോൾ ഇത്ര ആയിക്കോട്ടെ, എല്ലാ വണ്ടിക്കും 125, 130, 140 ആ റേഞ്ചിലാണ് എല്ലാ വണ്ടിയും വരുന്നത്. അപ്പം ബജാജ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ധൈര്യത്തിൽ ആ വണ്ടി നമുക്ക് എടുക്കാൻ പറ്റും. ആ ഒരു പ്രത്യേകത കൂടി ബജാജിലുണ്ട്. അപ്പം അത്രയും ഡീറ്റെയിൽസ് ആണ് ഇതിനകത്ത് പറയാനുള്ളത്. ബാക്കിയെല്ലാം നമുക്ക് അറിയാവുന്ന ടയർ ആയിക്കോട്ടെ, മറ്റുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഇതെല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇതിൻ്റെ യൂസിങ് എക്സ്പീരിയൻസ് ആണ് ഇപ്പം നിങ്ങൾ പറഞ്ഞത്. ധൈര്യമായിട്ട് ഈ വണ്ടി നമുക്ക് എടുക്കാൻ പറ്റും, യാതൊരു പ്രശ്നവുമില്ല. നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇലക്ട്രോണിക് വണ്ടിയാണ് ഈ ബജാജ് ചേതക്.